നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് സുരേഷ് ഗോപി. എനിക്കത് പേഴ്സണലി വൗച്ച് ചെയ്ത് പറയാൻ കഴിയും. സുരേഷ് ഗോപിയുടെ നന്മ മനസ്സിലാക്കണമെങ്കിൽ, ആ നന്മയുടെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം. മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ പിതാവ്, കോട്ടയത്തെ പിതാവിന്റെ പേര് ഞാൻ പറഞ്ഞു, പിതാവ് നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നുണ്ടെന്നൊക്കെ. അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. ഇപ്പൊ സുരേഷ് ഗോപി ഈ പിതാവിനെ കാണാൻ അരവന പോവാണ് കോട്ടയത്ത്. അപ്പൊ അരവനെ പോയി വെളിയിൽ നിന്ന് പിതാവിനെ കണ്ടിട്ടിറങ്ങിയപ്പോ അവിടുത്തെ ആൾക്കാർ, മീഡിയക്കാരും ചോദിച്ചു, എന്താണ് ഈ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള അഭിപ്രായം? 100% സുരേഷ് ഗോപി പറയാണ്, ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. പൊന്നുപോലെ കൈങ്ങടാ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോരെ കലക്കി. എന്നോട് ആ വൃത്തികെട്ട വാക്കുപോലും ചോദിക്കരുത്. ആ വൃത്തികെട്ട വാക്കുപോലും എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല. നേരാണോ? അതെ. അപ്പൊ ആ നന്മയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കഴിഞ്ഞ 25-30 വർഷമായിട്ട് റംസാൻ നോയമ്പ് എടുക്കുന്നു എന്നൊക്കെ സുരേഷ് ഗോപി പറയുന്നത് കേട്ട് കാണും. പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളേച്ച. അത് അദ്ദേഹത്തിന്റെ നന്മയാണ്. കൂടമായ ഗോവിന്ദേട്ടനെ ഈ പാവി തെറ്റിദ്ധരിച്ചു. ഞാൻ എന്തൊരു നീതനാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഇത് കേട്ട് കൈയടിക്കൂല. അതുകൊണ്ട് നമ്മൾ അറിയപ്പെടണം. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന വല്ലതും ഇത് കേട്ടാൽ ഫ്രൗൺ ചെയ്യുന്നതും ദേഷ്യത്തോട് നോക്കുന്ന ആൾക്കാരുമാണ്. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. ഈ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു പ്രത്യേക ബിഹേവിയർ പാറ്റേൺ ആണ്. വളരെ ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്ന, മനസ്സ് തുറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജാതീയതയോ വർഗീയതയോ വിദ്വേഷമോ ഇല്ല എന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ട ആർക്കും മനസ്സിലാവും. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രത്യേകത, അദ്ദേഹം ജീവിതത്തിൽ ഒരു ഭരചന്ദ്രനാണ്. ഭയങ്കരം തന്നെ. ശ്രീ സുരേഷ് ഗോപി വൈകാരികതയിൽ സംസാരിക്കുകയും വൈകാരികതയിൽ ജീവിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് വേണം. എന്താണോ ആദ്യം വന്ന സല്യൂട്ട് മറന്ന് തൽക്കാലം ഇത്രയും മതി. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ